എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതം എന്ന ചർച്ചയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പെരുത്ത മീൻകൂട്ടം വലയിലകപ്പെട്ട അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മോടൊപ്പം പാസ്റ്റർ രാജേഷും പാസ്റ്റർ ജോൺ ജോയും എത്തിയിട്ടുണ്ട്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. പാസ്റ്റർ ജോൺ ജോയ്, പാസ്റ്റർ രാജേഷ്, ഈ ചർച്ചയിലേക്ക് നിങ്ങൾ രണ്ടുപേരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു പടകിൽ കയറാനുള്ള സാഹചര്യം എന്തായിരുന്നു പാസ്റ്റർ? വേദപുസ്തകം നമ്മോട് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു ഗെന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ അവൻ നോക്കിയതായ സമയത്ത് അനേക ജനക്കൂട്ടം അവന് തിക്കുകയാണ്. അനേകർ വന്ന് അവന്റെ സംസാരം കേൾക്കുവാനായിട്ട്, അവന്റെ വചനം കേൾക്കുവാൻ അനേകർ വന്നതായ സമയത്ത് ഇവരോട് എങ്ങനെ സംസാരിക്കുവാൻ അല്ല, എല്ലാവരും കാണത്തക്ക രീതിയിൽ എല്ലാവരും കേൾക്കെ എനിക്ക് എങ്ങനെ സംസാരിക്കുവാൻ സാധിക്കും? പ്രത്യേകിച്ച് ഒരു തടാകത്തിന്റെ കരയാണ്, അത് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ അവിടെ എല്ലാവരും കാണുകയും സംസാരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നോക്കിയതായ സമയത്ത് ആ തടാകത്തിന് കരയിൽ 2 പടകുകളെ കർത്താവ് കാണുകയാണ്. ആ ഒരു പടകിനെ തിരഞ്ഞെടുത്ത് അവിടെ ആ ശീമോൻ പത്രോസിന്റെ പടകിനെ തിരഞ്ഞെടുത്ത് കർത്താവിനോട് പറയുകയാണ്, കരയിൽ നിന്നും അല്പം അകലേക്ക് മാറ്റി തരണമേ എന്ന് കർത്താവ് പറയുകയും അവൻ മാറ്റിക്കൊടുത്തത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ആ പടകിൽ കയറി നിന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്യുകയാണ്. അപ്പം കർത്താവായ യേശു ക്രിസ്തു പടകിൽ നിന്നുകൊണ്ടാണ് വചനം സംസാരിക്കുവാൻ. അതെ, അതിന് പ്രത്യേക ഒരു സാഹചര്യമുണ്ട്. ഒരു പ്ലാറ്റ്ഫോം, ഒരു സ്റ്റേജോ മറ്റോ കെട്ടി ഈ ജനത്തെ മുഴുവൻ അഭിസംബോധന ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ എല്ലാവരും തന്നെ കാണുകയും എല്ലാവരും തൻ്റെ ഈ പ്രഭാഷണം കേൾക്കുകയും ചെയ്യണമെന്ന് കർത്താവായ യേശു ക്രിസ്തു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റാരും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിയിൽ പടകിനകത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാണ് ശീമോൻ പത്രോസിൻ്റെ പടകിൽ കയറേണ്ട ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ശീമോൻ പത്രോസിൻ്റെ പടകിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? അവിടെ വളരെയധികം ജനങ്ങൾ ആർത്തിയോടുകൂടി അവിടെ വചനം പറയുകയാണ്, തിക്കിത്തിരക്കുകയായിരുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് തടാകത്തിന്റെ കരയിൽ ജനങ്ങളൊക്കെ തിക്കിത്തിരക്കുകയായിരുന്നു. അതുമാത്രവുമല്ല, കർത്താവ് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ 2 പടകിലും ഉള്ളതായ മനുഷ്യർ അവർ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശരായിട്ട് വല കഴുകുകയായിരുന്നു. കർത്താവ് കാണുകയാണ്, കുറച്ച് 2-3 പേർ ചേർന്ന് ഒരു സൈഡിൽ നിന്നുകൊണ്ട് വല കഴുകുന്നു. അവരിൽ ഒരുവനോട് കർത്താവ് ഈ പടക് അല്പം മാറ്റിയിടുമെന്ന് പറയുന്നു. അങ്ങനെ കയറി സംസാരിക്കുകയാണ്. ആ സമയത്ത് കർത്താവ് ഇതൊക്കെയും കാണുന്നുണ്ട്. ഇവർ രാത്രിയോളം അധ്വാനിച്ചിട്ടും ഒരു മീനിനെയും പോലും പിടിക്കുവാൻ സാധിക്കാതെ വളരെ പ്രയാസത്തോടു കൂടി, വളരെ ഭാരത്തോടെ എൻ്റെ കുടുംബത്തെ ഞാൻ ഇന്ന് എങ്ങനെ പോറ്റുമെന്നതായ ചിന്തയിൽ അവർ ഭാരപ്പെടുന്ന കർത്താവ് കാണുകയാണ്. അപ്പോൾ ഈ മനുഷ്യരെയും ഈ പ്രിയപ്പെട്ടവരൊക്കെയും കർത്താവ് കാണുകയാണ്. ആ പടകിൽ നിന്നൊരു പ്രസംഗിക്കുന്നതായ സമയത്ത് ഒരു വളരെ മനോഹരമായ ഒരു പ്രസംഗം, ഒരു നല്ലൊരു ദൂത് കർത്താവായ ദൈവം അവിടെ അവർക്ക് എല്ലാവർക്കുമായിട്ട് പടകിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണ്, പ്രസംഗിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഒരു ആത്മീയ ഭക്ഷണവും ഒരു ഭൗതിക ഭക്ഷണം അല്ലെങ്കിൽ ഭൗതിക നന്മയും, ഈ ഭാഗത്ത് 2 കാര്യങ്ങളാണ് തുടർന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈ കടന്നു വന്ന ജനത്തിന് തൃപ്തിയാൻ വണ്ണം അവരെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുന്നു. രണ്ടാമത്, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, നിരാശയോടുകൂടെ വല കഴുകി അവർ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ആ പടകിൽ കർത്താവ് ശീമോൻ പത്രോസിൻ്റെ പടകിൽ കയറിയെന്നും അവനോട് അല്പം തോണി അങ്ങോട്ട് അല്ലെങ്കിൽ ഈ പടകം അങ്ങോട്ട് നീക്കാൻ പറയാണ്, നീക്കിയിട്ടതാണ്. കർത്താവായ യേശുക്രിസ്തു ശീമോനോട് എന്താണ് പറഞ്ഞത്? ഇവിടെ കർത്താവ് കുറേ നേരം സംസാരിച്ചതിന് ശേഷം, പ്രസംഗത്തിന് ശേഷം പത്രോസിനോടെ പറയുകയാണ്, നീ അല്പം മാറി അകലേക്ക് വള്ളം ഇറക്കുക, പടകിറക്കി മീൻ പിടിക്കുക. ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ച് കർത്താവ് പറയുകയാണ്, നീ ആ ഭാഗത്തേക്ക് നിന്റെ പടകിനെ കൊണ്ടുപോയി നീ മീൻ പിടിക്കുക എന്ന് കർത്താവായ യേശു ശീമോൻ പത്രോസിനോട് പറയുകയാണ്. അപ്പോൾ ഈ പ്രഗത്ഭനായ ഒരു മീൻപിടുത്തക്കാരനാണ് പത്രോസ്, അല്ലേ? അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു വല ഇറക്കുവാൻ പറഞ്ഞപ്പോൾ പത്രോസ് വല ഇറക്കിയോ? പത്രോസിന് ഒരു നല്ലൊരു വിശ്വാസം. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ പറഞ്ഞ ആഴത്തിലേക്ക് നീ വലയിറക്കാൻ പറയുകയാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗം അവൻ കേട്ടും കഴിഞ്ഞു. ആശ്വാസത്തിൻ്റെ, അവന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രസംഗം. അതിനേക്കാൾ കൂടുതലായിട്ട് ഈ പത്രോസിനെ നേടുവാനുള്ള ദൈവികമായിരിക്കും പദ്ധതി കൊണ്ടാണത്. അതുകൊണ്ടാണ് അവൻ എത്രമാത്രം അനുസരിക്കുന്നു. ഇതൊക്കെയും ദൈവത്തിൻ്റെ അവൻ്റെ ആ ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ അവനെ
റിക്രൂട്ട് ചെയ്യുന്ന ആ അവസ്ഥയിൽ ദൈവം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞത്. അവനതെല്ലാം അനുസരിക്കുന്നു. പടകം അടുപ്പിക്കാൻ പറഞ്ഞു, അവൻ അടുപ്പിച്ചു. ഞാൻ കയറിക്കോട്ടെ പറഞ്ഞു, കയറി. അവിടെ അല്പനേരം നിൽക്കുന്നു, പ്രസംഗിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പറയണം അങ്ങോട്ട് മാറ്റി ഇറക്കാനായിട്ട്. അപ്പോൾ നോക്കിയായിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യവും അവൻ അനുസരിക്കുകയാണ്. ഇവിടെ രസകരമായ ഒരു കാര്യം, പത്രോസ് യേശുവിനെക്കാളും മുതിർന്ന ഒരു വ്യക്തിയായിരുന്നു. യേശു പ്രായത്തിൽ പത്രോസിനെക്കാളും ചെറുപ്പമായിരുന്നു. അതുമാത്രമല്ല, കർത്താവായ യേശുവിന് മീൻപിടുത്തമായിട്ട് യാതൊരു വിധമായ മുൻകാല പരിചയവുമില്ല. പത്രോസ് മറിച്ച് വളരെ പ്രഗത്ഭനായ ഒരു മുക്കുവനാണ്. അപ്പം അവൻ അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിൽ മുഴുവനും ഞാൻ വലയിറക്കിയിട്ടും ഞങ്ങൾ മൂവരും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒരു മീൻ പോലും പിടിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ നിരാശയോടുകൂടി കഴിയുന്ന സമയത്താണ് കർത്താവ് പറയുന്നത്, നീ അല്പം മാറ്റി ആഴത്തിൽ വലയിറക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പത്രോസിനറിയാം എവിടെ വലയിറക്കിയാൽ മീൻ കിട്ടും. അതെ, പത്രോസിന് അറിയാം, തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ടാണ് രാത്രി മുഴുവനും അവർ അധ്വാനിച്ചത്. എന്തോ കാരണത്താൽ അന്ന് ആ രാത്രിയിൽ അവർക്ക് ഒരു മീനും കിട്ടിയില്ല. എന്തോ ഒരുപക്ഷെ കാലാവസ്ഥയിൽ പ്രയാസമായിരിക്കാം, മീനൊക്കെയും ആഴങ്ങളിലേക്ക് പോയ ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ എന്തോ കാറ്റിൻ്റെതായ പ്രയാസം കൊണ്ടോ എന്തോ പ്രതികൂലങ്ങളായ എന്തോ കാര്യം കൊണ്ട് ആ സമയത്ത് ആ രാത്രിയിൽ അവർക്ക് മത്സ്യമൊന്നും പിടിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് നിരാശയോടെ അവർ കഴിയുന്നതായ സമയത്ത് കർത്താവ് ഇങ്ങനെ പറയുന്നെങ്കിലും തൻ്റെക്കാൾ ചെറുപ്പമാണ് എന്നുള്ള ചിന്തയോ കർത്താവായ ദൈവത്തിന്, യേശുവിന് മീൻപിടുത്തത്തിൽ മുൻപരിചയം ഇല്ലാത്ത കാര്യം ഒന്നും പത്രോസ് ചിന്തിക്കാതെ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, എങ്കിലും കർത്താവേ, അങ്ങ് പറഞ്ഞതുകൊണ്ട്, അങ്ങ് ഇപ്രകാരം എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ട് പറയുന്നത് നിന്റെ വാക്കിന് ഞാൻ വലയിറക്കുന്ന പറഞ്ഞത്. അതെ, നിന്റെ വാക്ക് ഞാൻ മാനിച്ചുകൊണ്ട് ഞാൻ വലയിറക്കാൻ പോവുകയാണെന്ന് പത്രോസ് പറയുകയും പത്രോസ് ഒറ്റയ്ക്ക് ആ പടകില് മുൻപോട്ട് പോയി യേശുമൊത്ത് വലയിറക്കുകയാണ്. അപ്പം വലയിറക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? വലയ്ക്കകത്ത് പത്രോസിനെ അതിശയിപ്പിക്കത്തക്ക രീതിയിൽ വല നിറച്ച് പെരുത്ത മീൻ, ചെറിയ സാധാരണ മീനല്ല, വലിയ മീൻ വന്ന് അതിനകത്ത് നിറഞ്ഞു. പത്രോസ് ആ സമയത്ത് നിന്ന് അത് വലിച്ച് പടകിനകത്ത് കയറ്റാൻ നന്നായി ഭാരപ്പെടുകയാണ്. അവൻ അവിടെ നിന്നുകൊണ്ട് അപ്പുറത്തുള്ള മറ്റ് പടകുകാരെ കൈകാട്ടി വിളിക്കുകയാണ്, വരാൻ പറയണം എന്നെ ഞങ്ങളെ സഹായിക്കാനായിട്ട്. വചനം പറയുകയാണ്, ആ വല പൊട്ടുമെന്ന് തോന്നുമാറ് അവിടെ അത്രത്തോളം ഒരു പെരുത്ത മീൻകൂട്ടം അവന് ലഭിക്കുകയാണ്. അത് പത്രോസിനെ സംബന്ധിച്ച് വളരെ ആശ്ചര്യകരമായ കാര്യമായിരുന്നു. കാരണം രാത്രിയിലൊന്നും ഇപ്രകാരം ഒരു കാര്യവും സാധിച്ചില്ല. എന്നാൽ വളരെ പെട്ടെന്ന് ഇപ്രകാരം കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി വലയിറക്കിയതായ സമയത്ത് അവനെ പോലും അതിശയിക്കുന്ന രീതിയിൽ, കാരണം ആ ഒരു നമ്മൾ ചിന്തിക്കുക, മറ്റുള്ളവരെ കൂട്ടാതെ ഒറ്റയ്ക്കാണ് പത്രോസ് ആദ്യം പോകുന്നത്. കാരണം ഇത്രയും വലിയൊരു പെരുത്ത മീൻകൂട്ടം കിട്ടുന്ന വിശ്വാസമൊന്നും പത്രോസിന് ആദ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ സമയത്ത് പോയതായ സമയത്ത് അവനെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും താങ്ങുവാൻ സാധിക്കുന്നില്ല. ആ പടക് പോലും പൊട്ടുന്ന രീതിയിൽ മീനുകളൊക്കെ നിറച്ച് വരുന്ന ഒരവസ്ഥ എത്തിയപ്പോഴാണ് അവൻ പത്രോസ് കൈ കാണിച്ച് അവരെ കൂടെ അടുത്ത് വിളിക്കുന്നത്. മറ്റു രണ്ടുപേരെയും അവിടെ പറയുന്നു, സബേദി പുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും വിളിക്കുകയാണ്, പെട്ടെന്ന് വരിക എന്ന് വിളിക്കുകയാണ്. വളരെ രസകരമായ ഒരു ചർച്ചയായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കടന്നു വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ചർച്ച തുടരുന്നതായിരിക്കും. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. പെരുത്ത മീൻകൂട്ടം കണ്ട പത്രോസിന് എങ്ങനെയാണ് പ്രതികരിച്ചത്? പെരുത്ത മീൻകൂട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ പത്രോസ് അതിശയിച്ചു. കാരണം ഒരു രാത്രി മുഴുവനും കടലിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഈ പത്രോസും കൂട്ടരും വളരെ അധ്വാനിച്ചിട്ടും ഒരു പൊടി മീൻ പോലും അവർക്ക് ലഭിച്ചില്ല. നിരാശയോടുകൂടെ ഒന്ന് വല കഴുകുന്നു, യേശുക്രിസ്തുവോടേക്ക് വരുന്നു, പടകിൽ കയറുന്നു, പടക് ആഴത്തിലേക്ക് ഇറക്കുവാനൊക്കെ പറഞ്ഞു. കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവൻ പടക് ആഴത്തിലേക്ക് ഇറക്കുമ്പോൾ അവിടെയുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിതാവാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലെ സൃഷ്ടിതാവാണ്. അവൻ പറയുമ്പോൾ തന്നെ അടുത്തുള്ള സമീപത്തുള്ള മീനുകളെല്ലാം പറയുകയാണ്, നിങ്ങളെല്ലാം ഇവിടേക്ക് വന്ന് കിടക്കാൻ പറയാനില്ല. ശാന്തമായ അന്തരീക്ഷത്തിൽ അവരെല്ലാം അങ്ങനെ അനുസരിച്ചു. ഇവൻ വലയിറക്കും, വലയ്ക്കകത്ത് ഒരുത്തനും ഒരു മീൻ ചാടിപ്പോരുന്നുള്ള എല്ലാ കാര്യങ്ങളൊക്കെയും ഒരർത്ഥത്തിൽ ഞാനങ്ങ് പറയാം, അതിനെ അല്പം കൊണ്ടുവന്ന് ഭംഗിയാക്കി. അങ്ങനെ യേശുക്രിസ്തു പറഞ്ഞ വാക്കിൻ പ്രകാരം അവൻ വലയിറക്കിയപ്പോൾ വലിയ മീനുകൾ, പെരുത്ത ധാരാളം മീൻ അതിനകത്ത് കയറി. അവനത് വലിച്ചു കയറ്റുവാനൊക്കെ അസാധ്യം. ഇവിടെ ഒരു രസകരമായ കാര്യം, പത്രോസ് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ പ്രഗത്ഭനായ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. അതുമാത്രമല്ല, ഇവർ രാത്രിയാണ് മീൻ പിടിക്കുവാൻ പോകുന്നത്. കാരണം രാത്രി സമയത്താണ് ഈ മീൻകൂട്ടങ്ങളൊക്കെയും കരയെ സമീപമായിട്ട് അവർ സഞ്ചരിക്കാറ്. പകൽ അങ്ങനെ ഒരിക്കലും അവർ വരാറില്ല. കാരണം എപ്പോഴും ബഹളങ്ങളും മറ്റതും ആയതുകൊണ്ട് അവരെപ്പോഴും ഉൾക്കടലിലാണ് ഈ മീൻകൂട്ടം എപ്പോഴും കാണപ്പെടാറ്. അതുകൊണ്ടാണ് പൊതുവെ
മത്സ്യബന്ധനത്തിന് ആൾക്കാരൊക്കെയും രാത്രി മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവർ രാത്രി മുഴുവനും പോയി അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ല. എന്നാൽ പകല് ഈ സമയത്ത് മീൻ പിടിക്കുവാൻ, വലയിറക്കുവാനായിട്ട് കർത്താവായ യേശു പറഞ്ഞപ്പോൾ അത് വളരെ അതിശയമായിട്ട് പത്രോസിന് തോന്നിയാണ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, എങ്കിലും കർത്താവ് ഞങ്ങളുടെ വാക്കിൻ്റെ നിമിത്തമായിട്ട് അങ്ങ് വാക്കപ്രകാരം പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞ് പത്രോസ് ഇറങ്ങുന്നത് അവനെ സംബന്ധിച്ച് വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു. ഈ പകൽ സമയത്ത് ഇപ്രകാരം ഒരിക്കലും അസാധ്യമായ ഒരു കാര്യമാണ് ഈ സമയത്ത് മീൻകൂട്ടം കരയെ കേന്ദ്രമാക്കി വരിക എന്നുള്ളത്. ആ സമയത്ത് ഇപ്രകാരം മീൻകൂട്ടത്തെ പിടിക്കുക എന്നുള്ളത് പത്രോസിനെ സംബന്ധിച്ച് വളരെ അത്ഭുതകരമായ ഒരു സാക്ഷ്യമായിരുന്നു. അപ്പം അവിടെ നിന്ന് എല്ലാവരും അതിശയിച്ചിരിക്കും അല്ലേ? അതായത് കണ്ട പ്രത്യേകിച്ചും പത്രോസ് സബേദി പുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചു ചേർക്കുകയാണ്. അവർ പടകും കൊണ്ട് വളരെ വേഗം വരികയും ഇവർ 3 പേരും 2 പടകിലായിട്ട് വളരെ നേരം അധ്വാനിച്ച് ആ പടക് നിറച്ച്, വചനം പറയുകയാണ്, ആ പടക് നിറയുവോളം അവർ മീൻ പിടിച്ച് അതിനെ നിറച്ചു എന്ന് പറയുന്നു. അപ്പം ശീമോൻ പത്രോസ് എന്ത് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിനോട് പാസ്റ്റർ? ഈ സമയത്ത് ശീമോൻ പത്രോസിനെ സംബന്ധിച്ച് അവന് വളരെ സന്തോഷം തോന്നിയ സമയമാണ്. പക്ഷേ അവൻ അവിടെ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. അവനൊരു പാപിയാണെന്നും എന്നൊക്കെ അവൻ്റെ അനുഭവത്തെ, അവൻ പുറകോട്ടുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവൻ പറയുകയാണ്. ഒന്ന്, അവൻ അതിനു മുമ്പ് നല്ലൊരു പ്രസംഗം കേട്ടു. രണ്ടാമത്, ഒരു പെരുത്ത മീൻകൂട്ടം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വലിയവനായിരിക്കുന്ന ഇത്രയും വലിയ ഒരു ഉന്നത വ്യക്തിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ അവൻ നോക്കുമ്പോഴെന്നാണ് അവൻ്റെ കുറവുകൾ അവൻ സ്വന്തമായിട്ട് മനസ്സിലാക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെക്കാളും പ്രായത്തിൽ ചെറുപ്പമായിരുന്നു. എന്നിട്ടും കർത്താവിൻ്റെ വാക്കനുസരിച്ച് പത്രോസ് വലയിറക്കുവാൻ ഇടയാവുകയാണ്. ഇവിടെ ഈ പെരുത്ത മീൻകൂട്ടം കണ്ടതായ സമയത്ത് എന്തുകൊണ്ടായിരിക്കണം പത്രോസ് ഉടനെ കർത്താവായ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് നമസ്കരിച്ചുകൊണ്ട് ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ട് പോകണമേ എന്ന് പോകുവാൻ കാരണം? അതിൻ്റെ പ്രത്യേകമായ കാരണം, പത്രോസിന് പൂർണ്ണമായ ഒരു നിശ്ചയം, അതായത് ഒരു സംശയത്തിൻ്റെ പല ലാഞ്ചനകളും അവനുണ്ടായിരുന്നു. കാരണം രാത്രി സമയമല്ല, മീൻ കിട്ടാനായിട്ട് ഒരു സാധ്യതയുമില്ല. എന്നിരുന്നിട്ടും പല രാത്രികൾ അവർ രാത്രി വെളുക്കോളം അധ്വാനിച്ചിട്ടും അവർക്ക് ഒരു പടക് നിറച്ചു പോലും മത്സ്യം കിട്ടാത്ത ദിവസങ്ങളുണ്ടായിരിക്കാം, വളരെ കുറച്ച് മാത്രം. എന്നാൽ ഇവിടെ പകൽ സമയത്ത് അധ്വാനിച്ചതായ സമയത്ത് 2 പടകും നിറയെ, വല പൊട്ടുവോളം, പടക് നിറയുവോളം മീൻ കിട്ടിയതായ സമയത്ത് എല്ലാം അറിയുന്നവനായ ദൈവം, അല്ലെങ്കിൽ എൻ്റെ അനുഭവമൊക്കെയും ഒന്നുമല്ല, ഇതുവരെ എൻ്റെ അപ്പന്മാരൊന്നും അല്ലെങ്കിൽ എൻ്റെ പൂർവ്വപിതാക്കന്മാരൊന്നും ഇങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല, അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല. എന്നാൽ അതിനൊക്കെയും മറികടക്കുന്ന ഒരു വലിയ അതിശയം അവിടെ നടന്നപ്പോൾ പത്രോസ് സ്വയം മനസ്സിലാക്കുകയാണ്, എല്ലാം അറിയുന്നവനാണ് ഇവൻ, ഈ കർത്താവായ ദൈവം. അവനെ അല്പം പ്രസംഗിച്ചതായ കാര്യമൊക്കെയും അത് പൂർണ്ണമായ അർത്ഥത്തോടെ ഉൾക്കൊള്ളുവാൻ അപ്പോഴാണ് പത്രോസിന് സാധിച്ചത്. അതുകൊണ്ടാണ് പത്രോസ് വളരെ വളരെ ഹൃദയത്തിൻ്റെതായ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, കർത്താവായ ദൈവത്തിന് മുമ്പിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നു, എന്നെ വിട്ട് പോകണമേ. അവിടെ പത്രോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? പത്രോസ് മാത്രമല്ലല്ലോ, യോഹന്നാൻ, യാക്കോബ് അവരും വലയിറക്കിയിട്ടുണ്ട്. അവരുടെ രണ്ട് പടകിൽ കൂടാണല്ലോ നിറച്ച മീനുമായിട്ട് വരുന്നത്. പിന്നെ കരയിൽ ധാരാളം ജനം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിനെ വിട്ടുപോകാൻ ജനത്തിന് ആഗ്രഹമില്ല. ജനം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ഒരു പക്ഷേ ഈ സംഭവഗതികളൊക്കെ കണ്ടുകൊണ്ട് ഇതും കൂടെ ആയപ്പോൾ ജനത്തിന് ആവേശം കൂടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് നിൽക്കാനുള്ള താല്പര്യം അവർ വർദ്ധിക്കുകയാണ്. ഇത്ര ശക്തി, എന്തെല്ലാം കാര്യങ്ങളാണ് യേശുക്രിസ്തു കാണിക്കുന്നത്, അത്ഭുതം. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ അപ്പം കിട്ടും, ചിലർ വിചാരിക്കുമല്ലോ ഭക്ഷണം കിട്ടുമല്ലേ. എന്നാൽ ഇതുപോലെ യേശുക്രിസ്തുവിനോട് നടന്നു കഴിഞ്ഞാൽ മീൻ പിടിച്ചു കൂട്ടുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ യേശുക്രിസ്തുവിൽ നിന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ വിട്ടു പോകാത്ത ഒരു വലിയ ജനക്കൂട്ടം അവിടെ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ 3 പേരെയും കർത്താവായ യേശു അതിശയിപ്പിക്കുകയായിരുന്നു. ഈ 3 പേരും ഈ അനുഭവത്തിലൂടെ പൂർണ്ണമായും മാറ്റുവാൻ, അവിടെ എല്ലാവിധമായ ചിന്തകളും അനുഭവങ്ങളും ഒക്കെയും തെറ്റിപ്പോയിരിക്കുകയാണ്. അവർക്ക് വലിയൊരു സാക്ഷ്യവും അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെയും ഈ സമയമായപ്പോഴേക്കും തെറ്റിപ്പോയി. കർത്താവ് അവരെ തെറ്റിച്ചിരിക്കുകയാണ്. കാരണം ഈ സമയത്ത് അത് സാധ്യമല്ല, എന്നാൽ അവർ അതൊക്കെയും സാധ്യമാകുമാറ് കർത്താവായ യേശു പറഞ്ഞ പ്രകാരം അവർ ചെയ്തതുകൊണ്ട് അവർക്ക് അത് കിട്ടുവാനും ആ ഒരു പ്രവർത്തനത്തിലൂടെ കർത്താവായ യേശുവിനെ അവർ തിരിച്ചറിയുവാനും, അവൻ എന്താണോ സംസാരിച്ചത്, അവൻ എന്താണോ കേട്ടത്, അതിൻ പ്രകാരം അത് ഉൾക്കൊള്ളുവാനും തക്കവണ്ണം ഇവർക്ക് സാധിക്കുകയാണ്. മാത്രമല്ല, ഈ പെരുത്ത മീൻകൂട്ടം ഒരാത്മീയ കാഴ്ചപ്പാടിലേക്ക്, ഈ പെരുത്ത മീൻകൂട്ടം വലയിറക്കി കടലിൽ നിൻ്റെ ജീവിതം ഇങ്ങനെ മീൻ പിടിച്ച് പോകാനുള്ളതല്ല
എന്ന് കർത്താവ് യേശു ക്രിസ്തു ഉദ്ദേശിച്ചുകൊണ്ട് നിന്നെ എനിക്ക് ആവശ്യമുണ്ട് അല്ലേ? അതെ. നാം ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ആ ഭാഗത്തേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഉദ്ദേശം അതാണ്. ഈ മീൻകൂട്ടം കണ്ടപ്പോൾ അവൻ അന്താളിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ്. എന്നാൽ നിന്നെ ഞാൻ എങ്ങനെയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? അവനോട് തന്നെ കുറ്റബോധം തോന്നുന്നുണ്ടോ? സ്വയമായിട്ട് കുറ്റബോധമുണ്ട്. അവൻ്റെ പാപത്തെക്കുറിച്ച്, അവൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ പ്രസംഗം കേട്ടു, അതിശയം കണ്ടു. യേശു ക്രിസ്തു മുമ്പിൽ നിൽക്കുന്നു, മറച്ചു വയ്ക്കാൻ അവനൊന്നുമില്ല. കർത്താവായ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെട്ടതായ സമയത്ത്, അവൻ്റെ തേജസ് വെളിപ്പെട്ടപ്പോൾ അവൻ്റെ പാപങ്ങളൊക്കെയും വെളിവാക്കപ്പെട്ടു. അതായത് ഇത്രയും ഒരു വലിയൊരു പെരുത്ത മീൻകൂട്ടം വെള്ളത്തിനടിയിലുള്ളതായ കാര്യം കർത്താവായ യേശു കാണുകയാണ്. അപ്പം അത്രത്തോളം കടലിനടിയിലുള്ള കാര്യങ്ങൾ കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളതായ പാപങ്ങളെ അവൻ കാണുന്നുവല്ലോ. അപ്പം ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ തിന്മ ഇഷ്ടപ്പെടുന്നവനും അത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ് എന്നൊരു ചിന്ത പത്രോസിന് തോന്നുകയാണ്. എന്നിൽ കാണാത്തതായിട്ട് കർത്താവ് ഒന്നുമില്ല, എന്നെ പൂർണ്ണമായും തിരിച്ചറിയുകയാണ് എന്ന് പത്രോസിന് മനസ്സിലാവുകയും അവൻ്റെ പാപബോധം ദൈവത്താൽ ഉളവാകുകയും ചെയ്യുകയാണ്. അതാണ് ക്രിസ്തുവിൽ പൂർണ്ണമായും സമർപ്പിക്കുവാൻ എന്നെ വിട്ടു പോകണമേ, ഞാൻ യോഗ്യനല്ല, ഞാൻ ഒന്നിനും യോഗ്യനല്ല എന്ന ഒരു വാക്യം, ആ ഒരു പ്രത്യേകമായ വാക്യം കർത്താവായ യേശുവിനെ സ്പർശിക്കുകയാണ്. വളരെ നല്ല ചർച്ചയായിരുന്നു. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ചർച്ച തുടരുന്നതായിരിക്കും. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ ശീമോൻ പത്രോസ് പാപത്തെക്കുറിച്ച് ബോധമുള്ളവനായിത്തീർന്നു ഈ പെരുത്ത മീൻ കൂട്ടം കണ്ടതിന് ശേഷം. എന്നിട്ട് ഈ ശീമോൻ പത്രോസ് എങ്ങോട്ടാണ് പോയത് പാസ്റ്റർ? നല്ലൊരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം കണ്ട് അവൻ മാർക്കറ്റിൽ കൊണ്ട് ഇതെല്ലാം വിറ്റ് അവരുടെ വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സന്തോഷവാനായിട്ട് അവൻ്റെ വീട്ടിൽ ചെന്ന് സന്തോഷിക്കേണ്ടതിന് പകരമായി യേശു അവനോടൊരു കാര്യം പറഞ്ഞു. നീ വലയും വള്ളവും വിടാൻ താല്പര്യം കാണിച്ചാൽ, നീ എന്നോട് കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ എന്താക്കുമെന്ന് പറഞ്ഞേ? മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഈ പെരുത്ത മീൻകൂട്ടം, നീ ധാരാളം മനുഷ്യരെ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഈ ലോകത്തിൽ നീ നേടുവാൻ കൊണ്ടു പോവുകയാണ്. മനുഷ്യരെ പിടിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ കർത്താവായ ദൈവം, പത്രോസ് വളരെ പ്രഗത്ഭനായൊരു മീൻപിടുത്തക്കാരനായിരുന്നു. ഓരോ ദിവസവും പോവും, മീൻ പിടിക്കും, വരും. എന്നാൽ അതിനേക്കാളും വലിയ ഒരു ആത്മനേട്ട വേല കർത്താവായ ദൈവത്തിന് വേണ്ടി, അവൻ്റെ രാജ്യത്തിന് വേണ്ടി മനുഷ്യരെ നേടുവാൻ തക്കവണ്ണം ഒരു മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് പത്രോസിനോട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. ആ സമയത്ത് നമ്മൾ നേരത്തെ പാസ്റ്റർ പറഞ്ഞ പ്രകാരം ആ സമയത്ത് ഏറ്റവും അധികം പണമുണ്ടാക്കുവാൻ സാധ്യമാകുമായിരുന്ന ഒരു വലിയൊരു ബിസിനസ്സായിരുന്നു മീൻപിടുത്തം. പ്രത്യേകിച്ചും സബൈദി മക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഒരു 2-3 പടക് സ്വന്തമായിട്ടുള്ളവരാണ്. അപ്പോൾ ആ സമയത്ത് ഇത്രയും വലിയൊരു ബിസിനസ്സൊക്കെ വിട്ടെറിഞ്ഞ്, അവരുടെ സ്വന്തം അപ്പനെയും അമ്മയും ഒക്കെയും വിട്ടെറിഞ്ഞ്, കുടുംബത്തൊക്കെയും വിട്ടെറിഞ്ഞ് കർത്താവായ ദൈവത്തിൻ്റെതായി വാക്ക് ശ്രദ്ധിച്ച്, വാക്ക് കേട്ട് യേശുവിനെ പിൻപറ്റുക എന്നുള്ളത് വളരെ അതിശയകരമായ കാര്യം. ഈ പത്രോസിന് തോന്നിയോ യേശു കർത്താവ് എന്താണ് ഈ പറയുന്നതെന്ന്? അവന് ആ സമയത്ത് കർത്താവ് യേശു ക്രിസ്തു എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു, ആ സ്ഥലത്ത് മീനുണ്ടെന്ന് കർത്താവിനറിയാം. പത്രോസിനെ യേശു ക്രിസ്തു വിളിക്കുമ്പോൾ ഇവനെ എനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പഠിച്ചല്ലോ, 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അത് വർദ്ധിച്ചു. ഈ പത്രോസ് സ്വയമായിട്ട് തൻ്റെ താല്പര്യത്തോടു കൂടി ഈ വിളിയെ അനുസരിച്ച് ദൈവകരങ്ങളിൽ അവനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനും സ്വർഗരാജ്യത്തിന് ഏറ്റവും നല്ലവനായിരിക്കാമെന്ന് കർത്താവ് ഇവനെക്കുറിച്ച് വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇവിടെ ശീമോൻ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ പാപിയാണ്, കർത്താവെ എന്നെ വിട്ട് പോകണമേ എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് ശീമോനെ കുറിച്ച് എന്ത് തോന്നിയിരിക്കും? അല്ല, അവനിങ്ങനെ പറഞ്ഞ ആരോടാണ്? യേശു ക്രിസ്തുവോട് പറഞ്ഞത്. പാപത്തെ മോചിക്കാൻ ഒക്കെ കഴിയുന്നവൻ്റെ അടുത്ത് അവൻ്റെ അവസ്ഥ പറയാം. നാം ഇന്ന് എല്ലാ മനുഷ്യരോടും പറയുന്ന പോലെയല്ല. യേശു ക്രിസ്തുവിനോട് അവൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു നല്ല ഒരു മറുപടി, അത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് യേശു ആഗ്രഹിച്ചത്. എന്നിട്ട് അവൻ്റെ പാപത്തെ കർത്താവ് മോചിപ്പിച്ചു കൊടുക്കാൻ ധൈര്യമായിട്ട് യേശു നിൽക്കുകയാണ്. ഈ അത്ഭുതത്തിലൂടെ പ്രിയ പ്രേക്ഷകരോട് പാസ്റ്റർക്ക് എന്ത് മെസ്സേജ് നൽകുവാൻ കഴിയും? രാത്രി മുഴുവൻ അധ്വാനിച്ച് പടക് കരയ്ക്ക് അടുപ്പിച്ച് വല കഴുകിക്കൊണ്ടിരുന്നു.
യേശു ക്രിസ്തു പത്രോസിൻ്റെ പടകിൽ കയറി. അങ്ങനെയാകുന്നുവെങ്കിൽ ജീവിതമാകുന്ന ഈ കടലിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പടകിൽ യേശുക്രിസ്തുവിന് കയറുവാൻ ഒരവസരം കൊടുത്തുകൂടെ? യേശുക്രിസ്തു നമ്മുടെ പടകിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം സംഭവിക്കും. ഈ യേശുക്രിസ്തുവിനെ നമ്മളെ ഉപയോഗിക്കാൻ കഴിയും. അവൻ നമ്മളെ മാടി വിളിക്കുകയാണ്. യേശു പറയുകയാണ്, ഞാൻ നിൻ്റെ പടകിൽ നിന്ന് കയറുവാൻ നീ എന്നെ അനുവദിക്കുമെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ പടകിൽ യേശുക്രിസ്തുവിനെ കയറുവാൻ അനുവദിച്ചുകൂടെ? നമ്മുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിനെ ഒന്ന് കയറി ഇരിക്കുവാൻ നമ്മൾ അവസരം കൊടുത്തുകൂടെ? ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഓക്കെ, വളരെ രസകരമായ ഒരു ചർച്ചയായിരുന്നു. ഈ ചർച്ചയുടെ അവസാനമായിട്ട് പാസ്റ്റർ രാജേഷുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ പ്രിയ പിതാവേ, അനേകരെ കർത്താവ് അങ്ങ് നേടിയവനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ്, ഇന്ന് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നതായ ഓരോ പ്രേക്ഷകരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരിൽ പലരെയും കർത്താവ് വിളിച്ച് അങ്ങയുടെ വേല ചെയ്യുവാൻ തക്കണം ശക്തിയുള്ളവരാക്കി അവരെ രൂപാന്തരപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി അങ്ങയുടെ വേല പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവ് ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധനായ ദൈവമേ, ആമേൻ. ഈ ചർച്ചയിൽ പങ്കെടുത്ത പാസ്റ്റർ ജോയിക്കും പാസ്റ്റർ രാജേഷിനും ഹോപ്പ് ചാനലിൻ്റെ നാമധേയത്തിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, ഈ പ്രോഗ്രാം വീക്ഷിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. പത്രോസിനെയും മറ്റുള്ളവരെയും കർത്താവായ യേശുക്രിസ്തു മനുഷ്യരെ പിടിക്കുന്നവരാക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.